ഹേ ഡിയേഴ്സ്, നമുക്കിന്നൊരു മോമോസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മൈദ എടുക്കുന്നുണ്ട്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പനീർ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജീസ് വേണമെങ്കിലും എടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പനീർ ഉടച്ചിട്ട് അതിൽ സവാളയും കുറച്ച് ഫ്ലേവറിന് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് റൗണ്ടായിട്ട് പരത്തിയിട്ട് ഈ പനീർ മിക്സ് നമുക്കിതിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഷേപ്പുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്താൽ മാത്രം മതി. ഇത് ഫ്രൈ ചെയ്താൽ ഫ്രൈഡ് മോമോസ് ആവും. കുറച്ചുകൂടി നല്ലത് സ്റ്റീം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു, ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഒരു അബദ്ധം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ എണ്ണ തടവാൻ മറന്നുപോയി. അപ്പോൾ മൈദ ആയപ്പോൾ കുറച്ച് ഒട്ടിപ്പിടിച്ചു കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.